വിദ്യാജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രം ഇരിങ്ങാലക്കുട രൂപതയിലെ സൺഡേ സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷ 2025-26 സ്റ്റാൻഡേർഡ് 12 ആൻസർ കീ. എന്താണ് നിത്യസത്യങ്ങളുടെ ദൈവിക വെളിപ്പെടുത്തൽ? ഉത്തരം വിശുദ്ധ ഗ്രന്ഥം. ഈശോയുടെ ജീവിതത്തെപ്പറ്റി നാം പഠിക്കാൻ തുടങ്ങുന്ന വിദ്യാലയം ഏതാണ്? നസ്രത്തിലെ ഭവനം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുടുംബം എന്നത് എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്? ഗാർഹിക സഭ. ദൈവപുത്രനായ ഈശോമിശിഹായുടെ അമ്മ എന്ന അർത്ഥത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ എന്തെന്നാണ് വിളിക്കുന്നത്? ദൈവമാതാവ്. നമ്മുടെ രൂപതയുടെ 2025-26 വിശ്വാസ പരിശീലന വർഷത്തിൻ്റെ ആപ്തവാക്യം വിശ്വാസ പരിശീലനം കുടുംബങ്ങളിൽ. അടുത്തത്, മറ്റൊരാളോട് തോന്നുന്ന നന്മയിൽ അധിഷ്ഠിതമായ വികാരമാണ് സ്നേഹം. മാതാവിൻ്റെ സന്ദർശന തിരുനാൾ മെയ് 31. വിവാഹത്തിൻ്റെ അടിസ്ഥാനപരമായ സവിശേഷത ഏകത്വവും അവിഭിജാതവും. സീറോ മലബാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ ഉയർത്തിയത് ഏത് മാർപ്പാപ്പയാണ്? ജോൺ പോൾ രണ്ടാമൻ. സത്യം അന്വേഷിച്ച് കണ്ടെത്താൻ മനുഷ്യൻ സ്വീകരിച്ച 4 മാർഗങ്ങളിൽ ഉൾപ്പെടുന്നത് വിശ്വാസം. യോഹന്നാൻ 11:16 ഉദ്ധരിക്കുക. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം. 12th ക്വസ്റ്റ്യൻ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ക്രിസ്തു വിവാഹത്തെ എപ്രകാരം നിർവചിക്കുന്നു? അത് ഉപപാഠത്തിലെ ക്വസ്റ്റ്യനാണ്. ഉപപാഠം പേജ് നമ്പർ 4. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് 4 സഭാ പ്രബോധനങ്ങൾ ഏവ? അത് പരിശുദ്ധ മറിയം സ്വർഗാരോഹണിയാണ്, ദൈവമാതാവാണ്, നിത്യകന്യകയാണ്. ഇതാണ്. 4th ക്വസ്റ്റ്യൻ, ക്രൈസ്തവ വിവാഹം കൂട്ടായ്മയുടെ ജീവിതമാണ്, വിശദീകരിക്കുക. അത് പേജ് നമ്പർ അത് ഉപപാഠ ക്വസ്റ്റ്യനാണ്. ഉപപാഠം പേജ് നമ്പർ 6. അടുത്ത, ശൂനായ തിരുനാൾ എന്നാൽ എന്താണ്? അത് പേജ് നമ്പർ 31. ഈശോയുടെ അനന്യത തിരിച്ചറിയാൻ 4 തലങ്ങൾ, പേജ് നമ്പർ 11. കുംഭസാരത്തിനുള്ള ജപം എഴുതുക. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ, ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ നാം എന്ത് ചെയ്യണം? അത് പേജ് നമ്പർ 47. 19ാമത്തെ ക്വസ്റ്റ്യൻ, എസ്സേ ക്വസ്റ്റ്യൻ, തോമസ് ശ്ലീഹായുടെ വ്യക്തിത്വത്തിൻ്റെ തനിമ അദ്ദേഹം സ്ഥാപിച്ച ഭാരതസഭയിലും പ്രവാസിക്കുന്നു, വിശദീകരിക്കുന്നത്. പേജ് നമ്പർ 23-24 ആണ്. അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സീറോ മലബാർ സഭയുടെ തനിമ, പിന്നെ ഈ ആരാധനക്രമത്തിൻ്റെ തനിമ, ഭാഷയിലെ തനിമ, ഭരണ സംവിധാന തനിമ, സംസ്കാര രൂപണം, പിന്നെ ജീവിതശൈലിയുടെ തനിമ. ഇത്രേ ഉള്ളൂ.